നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം അർജന്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സിയാണ് സ്വന്തമാക്കിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ സ്ട്രൈക്കറായ ഏർലിംഗ് ഹാലൻഡിനെ മറികടന്നുകൊണ്ടായിരുന്നു മെസ്സി ഈ പുരസ്കാരം നേടിയത്. പക്ഷേ ഈ ഒരു പുരസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഫുട്ബോൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അനർഹമായ ഒരു പുരസ്കാരമാണ് ലയണൽ മെസ്സിക്ക് ഫിഫ നൽകിയത് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ സ്പാനിഷ് ഇതിഹാസമായ ഐക്കർ കസിയസ് രംഗത്ത് വന്നിരുന്നു. ഫിഫ ബെസ്റ്റിൻ്റെ അർഹതയെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത്. അർഹരായവരിൽ നിന്നും ഫിഫ ഈ പുരസ്കാരങ്ങൾ തട്ടിമാറ്റുന്നു എന്നാണ് കസിയസ് ആരോപിച്ചിട്ടുള്ളത്. എക്സിലാണ് തൻ്റെ അഭിപ്രായ പ്രകടനം ഈ ഒരു മുൻ ഗോൾ കീപ്പർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ മനോഹരമായ അവാർഡുകൾ സൃഷ്ടിക്കുന്നു, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യാതെ അർഹരായവരിൽ നിന്നും അത് തട്ടിമാറ്റുന്നു. ഏതായാലും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഇതായിരുന്നു ഫിഫ ബെസ്റ്റ് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐക്കർ കസിയസ് തൻ്റെ എക്സിൽ എഴുതിയിരുന്നത്. അതായത് ലയണൽ മെസ്സി ഈ പുരസ്കാരം അർഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. അർഹതപ്പെട്ട ഹാലൻഡിൽ നിന്നും ഫിഫ ഈ ഒരു പുരസ്കാരം തട്ടിമാറ്റി എന്നാണ് അദ്ദേഹം ഇതിലൂടെ ആരോപിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിവാദം വളരെയധികം വലുതാവുകയാണ്. ഫിഫയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പലരും ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.